ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സോയാബീൻ്റെ റോസ്റ്റ് ആയിട്ടാണ്. ഇതുവരെ ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പം അതിനായിട്ട് സോയാബീന് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷമാണ്. ഇനി അതൊന്ന് കുതിർന്ന ശേഷം അതൊന്ന് ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ചൂടാറിയ ശേഷം അതുപോലെ കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം സ്റ്റവിൽ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സോയാബീന്. അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി നീളത്തിൽ മുറിച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 5-6 അല്ലി പകുതിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചതച്ചത്, നല്ല ജീരകം ചതച്ചത്, പട്ട, ഗ്രാമ്പു, ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ വെള്ളം വറ്റുന്നവരെ. അപ്പം അതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് കറിയുള്ളൂ, അധികമൊന്നുമില്ല. അപ്പം നന്നായി ഒന്ന് ഇളക്കി നോക്കി ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരു പാത്രം വീണ്ടും സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് എന്നതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇട്ട് കൊടുത്ത് പച്ചമുളക് ഒരെണ്ണം, നല്ല എരിവുള്ള കാരണം ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴന്ന് കിട്ടിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയതായി മുറിച്ചെടുത്തതാണ്. ഒരു തക്കാളിയാണ് വലുത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വഴന്ന ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി സ്വല്പം, മുളകും പൊടി സ്വല്പം, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി സ്വല്പം ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. മുളകും എല്ലാം ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് ആ വേവിച്ച് വെച്ച സോയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ മസാല ഉള്ളതൊക്കെ അതിലേക്ക് ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തേങ്ങ കൊത്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പീസാക്കി എടുത്താണ്. കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലത്തെ കറിയൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇളക്കി ഒന്നും കൂടെ ഡ്രൈ ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. പത്തിരിയിൽക്കാണെങ്കിലും ചപ്പാത്തിയിൽക്കാണെങ്കിലും ഒക്കെ കഴിക്കാട്ടോ. ഇനി വേറൊരു തവി കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ആ ചെറിയ ടീസ്പൂൺ കൊണ്ട് പറ്റാത്ത കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാതും. അതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് മല്ലിച്ചപ്പും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.